ഹലോ, എല്ലാവർക്കും നമസ്കാരം. ദസനാണ് ഗൈസ്. പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയോളൂ. കാറ് ഒന്ന് ഹീറ്റ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചത്, അപ്പോൾ ഒന്ന് വീഡിയോയിലൊന്ന് പറയാൻ തോന്നി. ഇന്നലെ ഒരു വാർത്ത കണ്ടു. നമ്മുടെ നാട്ടിൽ ഒരു ലോയറാണ് അദ്ദേഹം. അച്ഛനെ കൊന്ന ഒരു കേസ് ഞാൻ കണ്ടു വീഡിയോയിൽ, ന്യൂസിൽ. വളരെയധികം വിഷമം തോന്നി ഞാനത് കണ്ടിട്ട്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ആ മകനെ കുറേ കാര്യങ്ങൾ അച്ഛൻ ചെയ്തു കൊടുത്തു. എന്നിട്ടും മകൻ്റെ നിന്ന് കിട്ടിയത് ഇങ്ങനൊരു ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇത് കുട്ടികളോട് ഞാൻ പറയാനുള്ളത്, അച്ഛൻ, എനിക്കിതിൽ ഉദാഹരണം പറയാനുള്ളത് നമ്മുടെ മോഹൻലാലിൻ്റെ മകൻ. ഇത് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ അച്ഛന് എന്തുണ്ടോ എന്ന് വെച്ചിട്ടുള്ള നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് എന്തുണ്ടോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അച്ഛൻ്റെ കയ്യിൽ പണമുണ്ട്, അച്ഛൻ തരും, അല്ലെങ്കിൽ ഫാമിലി തരും എന്നുള്ള ചിന്ത ആദ്യം ഒഴിവാക്കണം. പിന്നെ പലരും ധാരണയുണ്ട്. അപ്പോൾ അവൻ്റെ കേസ് ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ ഒരു പഴയ സുഹൃത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അവൻ കോളേജിലൊക്കെ വരുമ്പോൾ, ലോയറായിരുന്നു, കോളേജിലൊക്കെ വരുന്ന സമയത്ത് അച്ഛൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ പറയാവുന്നത്. അവൻ ക്ലാസ്സിൽ വരെ കയറില്ല അധികം. അലസനായൊരു പുത്രനായിരുന്നു. അങ്ങനെ പറയാറുണ്ട്, അച്ഛൻ്റെ കയ്യിൽ കാശുണ്ട്, പിന്നെ എനിക്ക് ഈസിയായിട്ട് നടക്കാം, ഒന്നും പ്രശ്നമല്ല, അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുടെ ഡയലോഗ്. അപ്പോൾ പറയാനുള്ളത്, നമ്മൾ സ്വന്തമായിട്ട് അച്ഛൻ്റെ മോനായാലും വലിയ വലിയ ആളുകളുടെ അച്ഛൻ്റെ മോനായാലും, ഞാനൊരു അച്ഛൻ്റെ മോനാണ് എങ്കിലും ഞാൻ പറയാണ്, നമ്മൾ ഏതൊക്കെ അച്ഛൻ്റെ മോനായാലും നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ ഏതോ ഒരു ഭാഗ്യത്തിനുണ്ടായതാണ് എന്ന് ചിന്തിക്കണം ആദ്യം. കാരണം എത്ര വലിയ സ്റ്റാറിൻ്റെ മകനായാലും ശരി, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്തോ ഭാഗ്യത്തിന് അയാളുടെ പുത്രനായിട്ട് ജനിച്ചു. അത് വെച്ചിട്ട് നിങ്ങൾ അഹങ്കരിക്കാതിരിക്കുക. മനസ്സിലായ? നമ്മൾ സ്വന്തമായിട്ടൊരു സ്റ്റാറ്റസ് കെട്ടിപ്പടുക്കുക ഈ ലോകത്ത്. നമ്മൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കുക, സ്വന്തമായിട്ട് ലോകത്ത് ഒരു സ്റ്റാറ്റസ് കെട്ടിപ്പടുക്കുക. അല്ലാണ്ട് നമ്മുടെ കാരണന്മാരുടെ ഇതായിട്ട് നമ്മൾ അറിയപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ഇതിൽ നമ്മൾ അറിയപ്പെടുക, അതൊക്കെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലേ? അതൊക്കെ വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളൊക്കെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ജനിച്ചു പോയതാണ് അവരുടെയൊക്കെ. അപ്പോൾ ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരും യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ നിരന്തരമായിട്ട് ഹെൽപ്പ് ചോദിച്ച്, അതുപോലെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുക, ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഓക്കെ, എനിക്കത് കണ്ടിട്ട് വിഷമം തോന്നി. കാരണം അച്ഛൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ലാസ്റ്റത്തെ ഒരു മകൻ്റെ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു, അച്ഛനെ കൊന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടത്. അത് വളരെയധികം എൻ്റെ മനസ്സിനെ വിഷമിച്ചു. ഞാനൊരു അച്ഛനാണ്, അത് കാരണം എനിക്ക് വളരെയധികം വിഷമമായി. ഇതാണ് ഒരു ഇൻഫോർമേഷൻ, അതുപോലെ ഒരു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ അടുത്ത്. ഇനിയിപ്പോൾ ഇത് വീഡിയോ കാണുന്ന ഏത് വലിയ വലിയ ആളുകളുടെ മകനായാലും ഇതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മോഹൻലാലിൻ്റെ മകൻ. കേട്ടോ, പ്രണവ് മോഹൻലാൽ ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ആളാണ് ഞാൻ പറയുന്ന കറക്റ്റ് മനുഷ്യൻ. എത്ര വലിയ ആളുടെ മകനായാലും ആ മകൻ്റെ ആളുടെ ഇത് കാണിക്കാതെ സ്വയം ഒരു സ്റ്റാറ്റസ് കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, എനിക്ക് ഇത്ര പറയാനുള്ളൂ. സി യു, ബൈ, നെക്സ്റ്റ് വീഡിയോ.